PHP പ്രവർത്തകർ പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരൽ തുടങ്ങി. പാലക്കാട് നിന്ന് ഹാത്തിഫ് ചേരുന്നുണ്ട്. വീണ്ടും ഹാത്തിഫ്, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരലും തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ നിമ്മി, ഡിവൈഎഫ്ഐയുടെ സ്കൂളിൽ നിന്നും മാട്ടുമന്ത ജംഗ്ഷനിലേക്കായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ മാട്ടുമന്ത ജംഗ്ഷനിൽ നിന്നും നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലേക്കാണ്. കളർഫുൾ ആണ് ഈ ക്രിസ്മസ് കരോൾ, സൗഹൃദ കരോളാണ്. കുട്ടികളുണ്ട്, ക്രിസ്മസ് പാപ്പയുടെ വേഷമണിന് കുട്ടികളുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. നമുക്കിപ്പോൾ DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തന്നെയാണ് ഇപ്പോൾ ചേരുന്നത്. ഇതൊരു പ്രതിഷേധ സൂചകമായി തന്നെയാണല്ലേ? തീർച്ചയായും കേരളത്തിനൊരു നന്മയുണ്ട്. ആ നന്മയിൽ വർഗീയതയുടെ വിഷം കലർത്താൻ ശ്രമിച്ചാൽ അതിനെ ജനകീയമായി തന്നെ പ്രതിരോധിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ ഒരു കരോൾ നടത്തുന്നത്. ഇവിടെ ഓണവും പെരുന്നാളും വിഷുവും പോലുള്ള ആഘോഷങ്ങൾ ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമായിട്ടല്ല നമ്മുടെ നാട് അത് ആഘോഷിക്കുന്നത്. അതിലൊന്നും ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് ഒരു വ്യത്യാസവും കാണാൻ അത് ആര് ശ്രമിച്ചാലും അത് മുളയിൽ തന്നെ നുള്ളി എറിയാന്ന് വെച്ചിട്ട് ഒരു പാട്ട്, ഒരു കരോൾ പാട്ട് പാടൂ. അയ്യോ, കരോൾ പാട്ട് അത്ര പരിചയമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് നിമ്മി, അത് തന്നെയാണ് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതന്റെ ഒരു അതായത് പ്രതിഷേധ സൗഹൃദ കരോളാണ്. DCC വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. ഈ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. എന്ത് തന്നെയായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് പാപ്പാമാരുണ്ട്, പ്രവർത്തകരുണ്ട്, കുട്ടികളുണ്ട്, ഈ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരുമുണ്ട്. ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ മാട്ടുമന്ത ജംഗ്ഷനിൽ നിന്ന് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിമ്മി, ആതിഫ, ഇന്നലെ പകലായിരുന്നു സംഭവം ഉണ്ടായത്, ഇത് വിവാദമായതും. പിന്നാലെ ഈ നേതൃത്വത്തിന്റെ അടക്കം ഈ വിഷയത്തിലൊരു പ്രതികരണം വന്നിട്ടുണ്ടോ? VHP നേതൃത്വത്തിന്റെ അടക്കം അങ്ങനെ ഇതുവരെ ഒരു പരസ്യ പ്രതികരണം കണ്ടില്ല. മറ്റേതെങ്കിലും നിലയ്ക്ക് ഈ വിഷയത്തെ തള്ളിപ്പറയാനടക്കം എന്തെങ്കിലും ശ്രമം നേതൃത്വം നടത്തിയിട്ടുണ്ടോ? നിമ്മി, ഇന്നലെ മുതൽ തന്നെ നമ്മൾ VHP നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മാധ്യമപ്രവർത്തകർ. ആ സമയത്ത് ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലായിരുന്നു അവർ പ്രതികരിച്ചത്. എന്നാൽ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ സംഘ് പരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് VHPയുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം, യുവജന പ്രതിഷേധം, അതുപോലെ തന്നെ മാധ്യമ ശ്രദ്ധ, ഈ ഇത്തരത്തിലെല്ലാ പ്രതിഷേധങ്ങളും എല്ലാം നടക്കുമ്പോഴും മൗനം അവലംബിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സംഘ് പരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും തുടരുന്നത്. ഈ ഒരു സംഭവം നടന്നു മണിക്കൂറുകൾ പിന്നിട്ടു. അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നത്. ശനിയാഴ്ചയോടുകൂടി ഈ VHPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഈ ബജ്റംഗ് ദളിന്റെ ജില്ലാ സംയോജകർ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇതിൽ നിന്നും പിടികൂടിയത്. ഈ പിടികൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാവുകയും ചെയ്തു. എന്നാൽ നേതാക്കൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ BJP നേതാക്കളുമായും മറ്റ് സംഘപരിവാർ സംഘടനകളുമായും എല്ലാം ബന്ധപ്പെട്ടിരുന്നു. അവരൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായി VHPയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിൽ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലാ ഭാരവാഹികൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാണ്. 2 ജില്ലാ ഭാരവാഹികൾ, അതിലൊന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, രണ്ടാമത്തേത് ബജ്റംഗ് ദളിന്റെ ജില്ലാ സംയോജക കൂടിയായിട്ടുള്ള ഒരു പ്രവർത്തകൻ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മറ്റൊരാൾ. അങ്ങനെ 3 പേരാണ് ഈ ഒരു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ 3 പേരും കുട്ടികൾ ആഘോഷം നടക്കുന്നതിനിടയിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, എല്ലാം ചെയ്യുന്നു. അതായത് ഈ കുട്ടികളുടെ പരിപാടി തടസ്സപ്പെടുത്തുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ VHPയുടെ ജില്ലാ നേതാക്കളുമായി സംസാരിച്ച സമയത്ത് നമുക്കറിയാൻ കഴിഞ്ഞത്
ഈ കുട്ടികളെ സ്കൂളിന് പുറത്തേക്ക് കരോളുമായി ഇറക്കിയെന്നാണ്. എന്നാൽ ഇക്കാര്യം സ്കൂൾ അധികൃതരും PTA-യും നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല, സ്കൂൾ മുറ്റത്ത് മാത്രം നടത്തിയ ഒരു പരിപാടിയായിരുന്നു എന്നാണ്. അങ്ങനെ അത്തരത്തിലൊരു ന്യായീകരണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രതിഷേധിക്കാൻ വന്ന VHP പ്രവർത്തകർ ഉന്നയിച്ച അതേ ഒരു ന്യായീകരണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയോ നബിദിനം എന്നീ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ആഘോഷിക്കുമോ എന്നുള്ളൊരു ന്യായീകരണം തന്നെയാണ് ഇന്നലെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ച സമയത്തും നമ്മോട് പറഞ്ഞത്. അതൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണമേ അല്ല എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കരോൾ ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഉണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, ബാലജനവേദിയുടെ പ്രവർത്തകരുണ്ട്, എല്ലാ ആളുകളുമുണ്ട്. ക്രിസ്മസ് പാപ്പാമാരുടെ സാന്താ തൊപ്പിയും മണിനാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ DYFIയുടെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ മാട്ടുമന്ത ജംഗ്ഷനിൽ അവസാനിച്ചിരിക്കുകയാണ്. നിമ്മി, ശരി, ഹത്തിഫാണ് വിവരങ്ങൾ നൽകിയത്. ഹത്തിഫ് സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു സംഭവമാണ്. ജില്ലാ ഭാരവാഹികൾ തന്നെയാണ് പ്രതികളായിട്ടുള്ളത്. എന്നിട്ട് പോലും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും VHP നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.